വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കടൽ കാണാതായ ജോണിൻ്റെ വീട്ടിൽ മന്ത്രിമാർ എത്തുകയാണ്, സന്ദർശനം നടത്തുകയാണ്. നേരത്തെ ബന്ധുക്കൾ തുടക്കത്തിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒടുവിൽ ആ തെരച്ചിലൊക്കെ ഇപ്പോൾ കൃത്യമായി തന്നെ നടത്തുന്നു. ആ കുടുംബങ്ങളെയൊക്കെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ആ തെരച്ചിൽ നടത്തുന്നു. ജോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല 3 പേരാണ് ഇപ്പോൾ കടലിൽ കാണാതായിരിക്കുന്നത്. 3 പേർക്കായും അത് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും അതോടൊപ്പം നീണ്ടകരയിലും കൊല്ലം നീണ്ടകരയിലും കാണാതായ ഗൗതമനായുള്ള തെരച്ചിലും 3 തെരച്ചിലും ഇന്നും തുടരുകയാണ്. പക്ഷേ 3 പേരെയും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം അവിടെ സന്ദർശനം നടത്തുകയാണ്. ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സന്ദർശനം നടത്തുന്നുണ്ട്. നേരത്തെ വലിയ വിമർശനം ഇതിൻ്റെ ഭാഗമായി തെരച്ചിലിൻ്റെ ഭാഗമായി സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. അതൊക്കെ പരിഹരിക്കുക എന്നത് കൂടിയുണ്ട്. കാരണം ആ വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം ആ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ വലിയൊരു ദുരന്തത്തിന് മുന്നിലാണ് ആ ജനത ആകെ ഉണ്ടായിരുന്നത്, ആ കുടുംബം ഉണ്ടായിരുന്നത്. അത്താണിയായി നിന്ന ഒരാളാണ് ഇത്തരത്തിൽ ഒരു ദുരന്തത്തിൽ പോയത്. അത് ഒരേ ദിവസം തന്നെ ജൂലൈ 31-നാണ് ഈ 3 പേരെയും കാണാതായത്. ജോണിനും അന്നാണ് അപകടത്തിൽ കടലിൽ കാണാതായത്. പിന്നീട് വലിയ തുടക്കത്തിൽ കാര്യമായ തെരച്ചിലുകൾ ഉണ്ടായില്ല എന്നത് ബന്ധുക്കളുടെ ഒരു പരാതിയായിരുന്നു. ആ പരാതി സർക്കാരിനെ അറിയിച്ചു, സർക്കാർ അധികൃതരെ അറിയിച്ചു. പക്ഷെ അന്നൊന്നും തുടക്കത്തിൽ ഒരു നല്ല നിലപാടായിരുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതോടെ വലിയ വിവാദത്തിലേക്ക് പോയി. ഫിഷറീസ് മന്ത്രിക്കെതിരെയൊക്കെ വലിയ ആരോപണത്തിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രിതല സംഘം സന്ദർശിക്കും. തദ്ദേശവാസികളായ